ഡിയേഴ്സ് ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗായത്രി സുധയുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ് ജയരാമനെ അന്വേഷിച്ച്. കാരണം മോള് മരിച്ചിട്ടും കൂടി ജയരാമൻ തൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല. എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി തന്നെ സുധയുടെ അടുത്ത് തന്നെ ജയരാമൻ ഉണ്ടാവും എന്നുള്ളത് ഗായത്രിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗായത്രി സുധയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴത്തേന് സുധയാണെങ്കിലോ വസുധ ഗായത്രിയോട് പറയുന്നുണ്ട്, ജയരാമേട്ടന് നിങ്ങളുടെ അടുത്തേക്ക് ഒട്ടും വരാൻ തന്നെ താല്പര്യമില്ല, കാരണം അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗായത്രി ഒന്ന് കാണട്ടെ, ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് വിളിക്കൂ എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് നിങ്ങളെ കാണാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങളിവിടെ വരേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കോളൂ എന്ന രീതിയിലാണ് വസുധ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗായത്രി ദേവി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം വിഷമത്തോടു കൂടി ഗായത്രി അവിടെ നിന്ന് പടിയിറങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് തന്നെ ജയരാമൻ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയെ തന്നെയാണ്. ഈ ഗായത്രിയെ തിരഞ്ഞുകൊണ്ടിരിക്കട്ടോ ചെയ്യുന്നത്. പക്ഷേ ഗായത്രി ആണെങ്കിലോ ആ വീട്ടിനകത്തൊന്നും തന്നെ ഇല്ല. അങ്ങനെ മിനി ആൻറ്റിയോട് പോയി ചോദിക്കുന്നുണ്ട്, ആൻറ്റി എൻ്റെ അമ്മയെ കണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മിനി പറയുന്നുണ്ട്, ഇല്ല മോനെ, എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ അബി എല്ലായിടത്തും പോയിട്ട് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ടൗണിലും അവിടുത്തെ കടകളിലും ആളുകളോടും എല്ലാം ചോദിക്കുന്നുണ്ട് തൻ്റെ അമ്മ ഇതിൽ പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടക്കുന്ന സമയത്താണ് റെയിൽവേ കൂടെ ഒരു സ്ത്രീ, അതായത് കണ്ണ് കാണാൻ വയ്യാത്ത ഒരു അമ്മ അതിൽ നടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം അപ്പോഴത്തേനും ഒരു ട്രെയിൻ വരുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോഴത്തേനും അബി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. അവരപ്പോഴത്തേനും അവിടെ വീഴുന്നുണ്ട്. അപ്പോഴത്തേനും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അബി പോകുന്നു. അങ്ങനെ ആ അമ്മയെ രക്ഷിക്കുന്നുണ്ട്. ആ അമ്മയ്ക്കാണെങ്കിൽ കണ്ണ് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അബി അവരെയും കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ജോലിക്ക് പോവാണ് മോനെ, എനിക്കൊരു മോനുണ്ട്, അവനും പോകുന്നുണ്ട്, എങ്ങനെയാണ് ആൻറ്റിക്ക് കണ്ണ് കാണാണ്ടായതെന്ന് ചോദിക്കുന്നു. എൻ്റെ ഭർത്താവ് എൻ്റെ മോനെ തല്ലുമ്പോൾ ഞാൻ തടുത്ത് നിർത്തിയതാണ്, അപ്പോൾ എൻ്റെ കണ്ണിന് പരിക്ക് പറ്റി, ഇനിയാണെങ്കിലോ ഇത് ശരിയാവില്ലേ എന്ന രീതിയിലൊക്കെ അബി ചോദിക്കുമ്പോഴത്തേനും ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവും, അതിനൊക്കെ കുറേ കാശ് വേണ്ടേ മോനെ എന്ന് പറയുന്നു. എന്നാലും എൻ്റെ മോന് അതെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് അവൻ പറയുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ചെല്ലുന്നുണ്ട് അബിയും അതുപോലെ തന്നെ ആ സ്ത്രീയെയും കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, മോനൊരു കാര്യം ചെയ്യും, ഇവിടെ നിൽട്ട ചായ അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണ്. അബി പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് ഒന്നും വേണ്ട ആൻറ്റി, ഞാൻ പോവാട്ടോ എന്ന് പറയുന്നു. ഞാൻ പിന്നെ വരാം എന്ന രീതിയിലൊക്കെ അബി പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും അവരുടെ മോൻ ചന്തു വരിക കേട്ടോ ചെയ്യുന്നത്. എന്തമ്മയെ പറ്റിയത്, ഏതാണ് ഈ കുട്ടി എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, മോനെ ഞാൻ ജോലി ചെയ്ത് വരുന്ന സമയത്ത് തന്നെ അവിടെ വീണു, അപ്പോൾ എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നതാണ് ഈ കുട്ടി എന്ന് പറയുക കേട്ടോ. അപ്പോൾ അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ല മോനെ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. എന്തെങ്കിലും പറ്റിയാലോ, ദൈവമുണ്ടാകും മോനെ നമുക്ക്, ആ രൂപത്തിലല്ലേ ഇപ്പോൾ ഈ കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മോൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയെ രക്ഷിച്ച് നീ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവനാണ്, നീ ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി, അമ്മയെ ഞാൻ ബേക്കറിയിൽ പോയിട്ട് വരാമെന്ന് പറയുക കേട്ടോ ചെയ്യുന്ന ചന്തു. അപ്പോൾ തന്നെ അപ്പി ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നു. വീണ്ടും അബി പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വരാമെന്ന് പറഞ്ഞതിന് ശേഷം ഓടുന്നു. പക്ഷെ പുറകിൽ നിന്ന് അബി എന്ന് ആ കുട്ടി വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗായത്രിയാണ്. ഗായത്രി വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പം നിമ്മി ചോദിക്കുന്നുണ്ട്, ചേച്ചി എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിക്കുന്നു. നേരെ ജയരാമേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വസുധയുടെ വീട്ടിലേക്ക് പോയതാണെന്ന് പറയുകയാണ്. എന്നിട്ട് കണ്ടോ എന്ന് ചോദിക്കുക. അവിടെ ഉണ്ടോ ജയരാമേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ അദ്ദേഹം എന്നെ കാണാനൊന്നും കൂട്ടാക്കിയിട്ടില്ല മിനി എന്ന് പറയുന്നു. ജയരാമേട്ടൻ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് നീക്കാനായിട്ട് എനിക്ക് പറ്റുമോ ഇനി എന്ന് ചോദിക്കുന്നു. ജയരാമേട്ടൻ ഉണ്ടായിട്ടും ഇവിടുത്തെ ചിലവും കാര്യങ്ങളെല്ലാം തന്നെ ചേച്ചി തന്നെയല്ലേ നോക്കിക്കൊണ്ടിരുന്നത്, പിന്നെ എന്താ ചേച്ചി എന്തിനെങ്ങനെ വിഷമിക്കുന്നത്, അബിയോട് പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ, ആ പാവം കുഞ്ഞ് എത്ര വിഷമിച്ചു, അവൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് പോലും സഹിച്ചില്ല എന്ന് നിമ്മി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജയരാമൻ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് പോകുന്നു. അപ്പോൾ ഗായത്രിയും പോകുന്നുണ്ട്. എന്നിട്ട് തൻ്റെ മോളിനെ നോക്കിയിട്ട് കരയുകയാണ്, അതായത് ആമി മോളുടെ ഫോട്ടോ നോക്കിയിട്ട്. എന്നിട്ട് ജയരാമേട്ട എന്ന് പോയിട്ട് ഗായത്രി വിളിക്കുമ്പോഴത്തേക്കും മിണ്ടി പോകരുത് നീ,
നീ എന്താടി എന്നോട് അറിയിക്കാതെ? എൻ്റെ പൊന്നു മോളല്ലേ അത്? എൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന എൻ്റെ മോളെ കാണാൻ എനിക്ക് അവകാശമില്ലേ? ജയറാമേട്ട അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്നാലും നിൻ്റെ മനസ്സ് വളരെ ക്രൂരതയുള്ള ഒരു മനസ്സാണ് ഗായത്രി. എൻ്റെ മോള്, ഞാൻ കുട്ടികളെ വഴക്ക് പറയുമായിരിക്കും, അടിക്കുമായിരിക്കും എന്ന് കരുതിയിട്ട് അവരോട് എനിക്ക് സ്നേഹമില്ല എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് ഗായത്രി എന്ന് പറയുന്നു. ജയറാമേട്ട അങ്ങനെയൊന്നും അല്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നാലും എൻ്റെ മോളെ എന്നെ വിട്ടു പോയില്ലേ എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് മദ്യം ഒക്കെ കുടിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും അവിടേക്ക് അഭി വരികയാണ്. അഭി വരുമ്പോഴത്തേനും ഇത് കാണുമ്പോൾ അഭിക്ക് ഒരുപാട് ദേഷ്യം വരികയാട്ടോ ചെയ്യുന്നത്. അമ്മേ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇവൻ കാരണമാണ് എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെട്ടത്. ഇവൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തത് ഗായത്രി. എൻ്റെ മോള് ആമി പോയതിന് പകരം ഇവനാണ് പോയതെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമാവുമായിരുന്നു എന്ന രീതിയിലൊക്കെ ജയരാമൻ പറയുമ്പോൾ ഗായത്രിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. തങ്ങളുടെ മക്കളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നൊരച്ഛൻ എന്താണ് ഇയാൾ ഇങ്ങനെ എന്ന രീതിയിൽ അമ്പരന്ന് നിൽക്കുക കേട്ടോ ഗായത്രി ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ്റെ തലവട്ടം കണ്ടതോടുകൂടി തന്നെ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ ബിസിനസ് തകർന്നടിഞ്ഞു. ഞാൻ ഈ കോലത്തിലാവാൻ തന്നെ കാരണം ഇവൻ ഒരുത്തൻ കാരണമാണ്. എനിക്കത് അറിയാമല്ലോ. ഇവൻ പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നു. ഇവനുള്ളിടത്തേക്ക് ഞാൻ വരില്ല. നിൻ്റെ കൂടെ ജീവിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഗായത്രി. പക്ഷേ ഇവനുള്ളിടത്തോളം കാലം എനിക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് പറ്റില്ല. ഞാൻ ഒരിക്കലും തന്നെ നിൻ്റെ അടുത്തേക്ക് വരില്ല. നീ എന്നോട് ക്ഷമിക്കണം എന്ന രീതിയിലൊക്കെ ഗായത്രിയോട് പറയാട്ടോ ചെയ്യുന്നത്. പക്ഷേ ഗായത്രിയോട് ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് അഭി. കാരണം താൻ കാരണമാണ് ഇയാൾ ഇങ്ങോട്ട് വരാത്തത് എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ തൻ്റെ അമ്മയ്ക്ക് ഭർത്താവില്ലാതെ, കാരണം ആദ്യം ആ കണ്ണ് കാണാത്ത അമ്മയെ കണ്ടിട്ട് ആ അമ്മ പറയുന്നുണ്ട്, സ്വന്തം ഭർത്താവില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഏതൊരു സ്ത്രീക്കും ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് തൻ്റെ ഭർത്താവ് എത്ര ക്രൂരനായാൽ പോലും താൻ ഈ താലിമാല ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് ആ സ്ത്രീ പറയുന്നത് അഭി കേട്ടതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയ്ക്ക് ഈ ഭർത്താവില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല എന്ന രീതിയിൽ തന്നെയാണ് അഭി അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. താൻ കാരണമാണ് തൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് എന്ന രീതിയിലും ജയരാമൻ പറയുന്നത് കേൾക്കുമ്പോൾ അഭി ആകെ തകർന്നു പോവാണ്. ഇത് കേൾക്കുമ്പോൾ ഗായത്രിയും തന്നെ തകർന്നു പോവാണ്. തൻ്റെ മകനെക്കുറിച്ച്, മകൻ ഇല്ലാതായിരുന്നെങ്കിൽ എന്ന രീതിയിലൊക്കെ പറയുമ്പോഴത്തേനും വളരെ നിസ്സഹായതയോടുകൂടി നിൽക്കുന്ന ഗായത്രിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഗായത്രിയോട് അത് പറഞ്ഞതിന് ശേഷം ജയരാമൻ ഇറങ്ങിപ്പോവാട്ടോ ചെയ്യുന്നത്. കാരണം സുധയുടെ വീട്ടിലേക്ക് തന്നെയാണ് ജയരാമൻ വീണ്ടും ഇറങ്ങിപ്പോകുന്നത്. കാരണം അവിടെയാണല്ലോ ഇപ്പോൾ ആശ്രയിച്ച് നിൽക്കുന്നത്. പിന്നീട് ഗായത്രി ജയരാമൻ പോകുന്ന കാണുമ്പോൾ ജയരാമേട്ട എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഒരിക്കലും തന്നെ ഗായത്രിയുടെ വിളി കേൾക്കാൻ നിൽക്കുന്നില്ല. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് വളരെയധികം വിഷമത്തോടു കൂടി തൻ്റെ കുറ്റം കാരണമാണ് തൻ്റെ അച്ഛൻ ഇവിടുന്ന് പടിയിറങ്ങി പോയതെന്ന് ആലോചിച്ച് നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.